ഹായ്, ഞാൻ കെ കൊണ്ടോട്ടി. വളരെ കാലികമായൊരു വിഷയം നിങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ AI കാലഘട്ടത്തിലാണ്. എന്നാൽ ഈ സൗകര്യത്തെ അല്ലെങ്കിൽ ഈ ടെക്നോളജിയെ അടച്ചാക്ഷേപിക്കുന്നവരും ഇത് തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്നും സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും പ്രവചിക്കുന്നവരുമുണ്ട്. അത്തരം ആളുകളോടും അതിനെ അംഗീകരിക്കുന്നവരോടും ഞാൻ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ചിന്ത വളരെ പിറകോട്ട് പോയാൽ 1880കളിൽ ഇംഗ്ലണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു സമരത്തിൻ്റെ പേരായിരുന്നു ലഡാക്ക് മൂവ്മെൻറ്റ്. മറ്റൊന്നുമായിരുന്നില്ല, അന്നത്തെ കാലഘട്ടത്തിൽ ലോകത്ത് മെഷീനറീസുകൾ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. മനുഷ്യൻ കൈകൊണ്ട് ജോലി ചെയ്തുകൊണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരുന്നത്. അതിന് ലഘൂകരിക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത രീതിയിലുള്ള മെഷീനറീസ് കണ്ടുപിടിക്കുകയും മെഷീനറീസ് കടന്നു വന്നപ്പോൾ ഇതുപോലെയുള്ള ചിന്തകൾ ഉണ്ടാകുകയും ഈ മെഷീനറീസുകളെല്ലാം നാട്ടിൽ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുകയും നാട്ടിലെ ജനങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുകയും എന്ന് ചിന്തിക്കുകയും അങ്ങനെ ആൻഡ്രൂ ലഡാക്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിൽ അതിനെതിരെ സമരം പൊട്ടിപ്പുറപ്പെടുകയും മെഷീനുകളെല്ലാം നശിപ്പിക്കുകയും കത്തിച്ചു കളയുകയും നദിയിലേക്ക് എറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടുന്ന് പല പല വർഷങ്ങൾ കടന്ന് നമ്മൾ കുറേ ഇങ്ങോട്ട് വന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കൃഷിക്ക് വേണ്ടി ട്രാക്ടറുകൾ വന്നപ്പോൾ അതും തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് റോഡിലും വയലുകളിലും എല്ലാം സമരത്തിൻ്റെ കോലാഹലങ്ങൾ നടന്നു. അത് കഴിഞ്ഞു നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിലേക്ക് വന്നപ്പോൾ, നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടറുകൾ കടന്നു വന്നപ്പോൾ, കമ്പ്യൂട്ടറുകൾ വ്യാപകമായപ്പോൾ അതിനെതിരും സമരം വന്നു. ഇതും നാട്ടിലെ ജനങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരിൽ സമരം ചെയ്യാനും നമ്മൾ തയ്യാറായി. എന്നാൽ കാലങ്ങൾ കൊണ്ട് മെഷീനറീസ് ലോകത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും പ്രൊഡക്ഷനും കാര്യങ്ങളും വളരെ ഇംപ്രൂവ് ചെയ്യുകയും കൃഷിരീതി, ട്രാക്ടറിൻ്റെ ഉപയോഗം, അതുപോലെയുള്ള മെഷീനറീസിൻ്റെ ഉപയോഗം കൊണ്ട് വളരെ ലളിതമാകുകയും പ്രൊഡക്ഷൻ വളരെ ഇംപ്രൂവ് ആകുകയും ചെയ്തു. കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മൾ ചിന്തിച്ചതിലും വേഗം ഇൻഫർമേഷൻ ടെക്നോളജിയും മറ്റു എല്ലാ മേഖലകളും വളർന്ന് പന്തലിച്ചു. എന്നാൽ ഇന്ന് നാം എത്തി നിൽക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ പഴയ കാലത്ത് നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ ഇന്നും നമ്മൾ തുടരുകയാണ്. പഴയതിൽ നിന്നൊന്നും നാം പാഠം പഠിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. ഒരു ടെക്നോളജി വരുമ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് അത് നമ്മെ നശിപ്പിക്കുമെന്ന് പറയുന്നതിന് പകരം അതിനെ അഡാപ്റ്റ് ചെയ്യാനും അതിനെ ഉൾക്കൊള്ളാനും അതിനോടൊപ്പം സഞ്ചരിക്കാൻ നമ്മെ തന്നെ നമ്മൾ പാകപ്പെടുത്തുകയുമാണ് വേണ്ടത്. ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും യുവതലമുറയോടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. AI അറിയുന്നവർ അറിയാത്തവരെ മുഴുവൻ റീപ്ലേസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതോടൊപ്പം സഞ്ചരിക്കാൻ നമ്മളും പ്രാപ്തരാകുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ റീപ്ലേസ് ചെയ്യപ്പെടാൻ പാടില്ല. വളരെ ചെറിയ രീതിയിലുള്ള ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് ആ ടെക്നോളജിയോടൊപ്പം സഞ്ചരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ സഞ്ചരിക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ കമ്പ്യൂട്ടറിനെ പോലെ, ട്രാക്ടറിനെ പോലെ, അതുപോലെ മെഷീനറീസിനെ പോലെ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ രാജ്യത്തിന്, ലോകത്തിന് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടിയോ അതൊക്കെ ഇതുകൊണ്ടും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ കീഴ്പ്പെടുന്നതിന് പകരം അതിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ചിന്തിക്കുക, പ്രവർത്തിക്കുക. വിജയം നിങ്ങളോടൊപ്പമാണ്.